ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പകലിൽ ജേക്കബ് ജോണച്ചായൻ ചില മാസങ്ങൾക്ക് ശേഷം, കൂടാതെ ഞങ്ങളുടെ മക്കൾ എബൽ, മെർലിൻ, ലത മാമ അവരോട് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കർത്താവ് നൽകിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഫാദർ ഇൻ ലോ സ്തോത്രം, കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി സാം 23 23-ാം സങ്കീർത്തനമാണ് നാം വായിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ, ഒരുപക്ഷെ എല്ലാ വിശ്വാസികളും ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉരുവിട്ടിട്ടുള്ള, പറഞ്ഞിട്ടുള്ള, വായിച്ചിട്ടുള്ള ഒരു സങ്കീർത്തനവും അതിലെ വാക്യങ്ങളുമാണ് സാം 23. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ഞങ്ങൾ കഴിഞ്ഞ മാസം സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഒരു ടാസ്ക് കൊടുത്തിരുന്നു. സാം 23 ആൻഡ് ലോർഡ്സ് പ്രെയർ. ഇത് കാണാതെ പറയുന്നവർക്ക് സമ്മാനം കൊടുക്കും എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 23 സ്റ്റുഡൻസ്, 23 കുഞ്ഞുങ്ങൾ, രണ്ടും സാം 23യും ലോർഡ്സ് പ്രെയറും അവർ കാണാതെ റിസൈറ്റ് ചെയ്തു. അവർക്കെല്ലാം സമ്മാനം കൊടുത്തു. ഇനി ഒരാൾ കൂടെ സമ്മാനം കൊടുക്കാണ്ട്, കാൽവിൻ ഓർ ജേക്ക് ഓക്കെ, ഐ ഓവ് യു വൺ പ്രൈസ്, ഇറ്റ് ഈസ് ദെയർ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കാണാതെ പഠിച്ചു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്നും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് സാം 23. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യരാശിയോട് കാണിച്ചത് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് നൽകിക്കൊണ്ടാണ്. സ്തോത്രം. ഈ ഇടയ സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം ദാവീദ് എഴുതുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ മുൻകണ്ടിട്ടാണ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം മുഴുവൻ നാം വായിക്കുന്നത് യേശു ക്രിസ്തു ആസ് എ ഷെപ്പേർഡ്, ജീസസ് ആസ് എ ഷെപ്പേർഡ്. യേശു ക്രിസ്തു പറഞ്ഞു, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്, ഞാൻ നല്ല ഇടയനാകുന്നു. ഐ ആം ദ ഗേറ്റ് ഓഫ് ദ ഷീപ്പ്, ഞാൻ ആടുകളുടെ വാതിൽ ആകുന്നു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ദേ ലിസൺ ടു മൈ വോയിസ്, അവ എന്നെ പിന്തുടരുന്നു. സ്തോത്രം. ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവൻ വെച്ചു കൊടുക്കുന്നു. സ്തോത്രം. ഇത്ര വലിയ നല്ല ഒരു ഇടയനെയാണ് നാം സേവിക്കുന്നത്. സ്തോത്രം. ഈ സാം 23 പിക്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഇടയൻ തൻ്റെ ആടുകളെ കൊണ്ട് ഇങ്ങനെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോവുകയാണ്. എത്ര മനോഹരമായ കാവ്യമാണ് സാം 23. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. സ്തോത്രം. ഞാൻ ഇത് ലിറ്ററലി ഞാൻ ഇങ്ങനെ ഒരു സീൻ കണ്ടു. ഓസ്ട്രേലിയയിൽ പോയപ്പോൾ അവിടെ സിഡ്നിയിൽ നിന്ന് മെൽബണിലേക്ക് പോകുന്ന ആയിരക്കണക്കിന് കിലോമീറ്റർ നീളത്തിൽ, ഒരു കിലോമീറ്റർ കണക്കിന് പച്ച പരവതാനി വിരിച്ച പോലെ ഇങ്ങനെ പുൽമേടുകളാണ്. അതിൽ ലക്ഷക്കണക്കിന് എന്ന് പറഞ്ഞു ഒട്ടും അതിശയോക്തി, ലക്ഷക്കണക്കിന് ഷീപ്പ്, വൈറ്റ് ഷീപ്സ് ഇങ്ങനെ ഗ്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 3-4 കിലോമീറ്റർ കഴിയുമ്പോൾ അവിടെ വലിയൊരു പോണ്ട് പോലെ കെട്ടിയിട്ടുണ്ട്, സ്റ്റിൽ വാട്ടേഴ്സ്. അത് ഈ ഒരു പിക്ചർ ഇത് വായിച്ചിട്ട് നമ്മൾ അത് കണ്ടാൽ തോന്നുമ്പോൾ ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എന്ന് തോന്നുന്ന രീതിയിൽ അത്ര മനോഹരമായ ഒരു പിക്ചറൈസേഷൻ അവിടെ കാണാൻ പറ്റി. ഈ സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ ദൈവത്തിൻ്റെ ആടാണ്, ആൻഡ് ഗോഡ് ഈസ് മൈ ഷെപ്പേർഡ്, എനിക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. സ്തോത്രം. ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം അവൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി മുന്നൊരുക്കിയിരിക്കുകയാണ് ഗ്രേസിംഗ് ലാൻഡ്. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവനവനെ കിടത്തുന്നു, സ്വസ്ഥ വെള്ളത്തിനടുത്തേക്ക് നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾറെഡി പ്രിപ്പയർഡ് ഫോർ ദ ഷീപ്പ്. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഇടയൻ അവരെ കൊണ്ടുപോകുന്നത്. സ്തോത്രം. ഞാൻ ഇതിൽ ഈ സങ്കീർത്തനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വാക്യം അതിൻ്റെ 4-ാം വാക്യമാണ്, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഈ സങ്കീർത്തനം മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രൊവിഷൻ, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെ ഗൈഡൻസ്, ഇത് മൂന്നുമാണ് പ്രധാനമായി ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. കർത്താവിൻ്റെ പ്രൊവിഷൻസ്, കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ, കർത്താവിൻ്റെ ഗൈഡൻസ്. സ്തോത്രം. പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്ന അനുഭവമുണ്ട്, സ്വസ്ഥത വെള്ളത്തിനരികത്തേക്ക് നാം നടന്നു, റെസ്റ്റ് എടുത്തു, നമുക്ക് ആവശ്യത്തിനെല്ലാം ആയി. പക്ഷേ there can be a valley of death, there can be a valley of shadow of death. ഇത് ലിറ്ററലി ആക്ച്വലി ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇസ്രായേലിൽ. ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുമ്പോൾ വാഡി ക്വെൽറ്റ്, QUELT, വാഡി ക്വെൽറ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് ജുഡിയൻ ഹിൽസ്, അത് വലിയ ചെങ്കുത്തായ മലകളുള്ള ഒരു ഏരിയ. നമുക്ക്
ഗുഡ് സമരറ്റിൻ്റെ കഥ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വഴിയെക്കുറിച്ച് കാണുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ വാടിക്കലിൻ്റെ പ്രത്യേകത, ഇറ്റ്സ് ഓൾമോസ്റ്റ് 800 അടി ഹൈറ്റുള്ള ഒരു വലിയ ക്ലിഫാണ്. ആ ക്ലിഫിൻ്റെ താഴെ ഒരു വലിയൊരു വാലിയുണ്ട്, ചെറിയ ഒരു നീരറോ അതുവഴി ഒഴുകുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പകൽ സമയത്ത് പകൽ 12 മണി അല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് മാത്രമേ അവിടെ സൺലൈറ്റ് വരുള്ളൂ. കാരണം അങ്ങനെ ഒരു ക്ലിഫും അങ്ങനെ ഒരു വാലിയാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പാതയാണ് അത് കൊള്ളക്കാരും ഒത്തിരി വന്യജീവികളും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു പാത്തായിരുന്നു. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ സ്വസ്ഥതയുടെ വെള്ളം, പച്ച പുൽപ്പുറങ്ങളും കംഫർട്ട് സോൺ വിട്ടിട്ട് there can be a place of valley of death. നമ്മുടെ ജീവിതത്തിൽ ഒരു നിരാശയായിരിക്കാം, പ്രതിസന്ധികളായിരിക്കാം, ഒരിക്കലും നനയ്ക്കാത്ത പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. അതൊക്കെയായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത്, കൂരിരുൾ താഴ്വര. അങ്ങനെയുള്ള ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ. നമ്മളെല്ലാവരും ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരും. നിങ്ങൾ കണ്ടു കാണും, കഴിഞ്ഞ ദിവസം എക്സോഡസ് ചർച്ചിലെ പാസ്റ്റർ റെജി, അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ സർവീസ് ലിങ്ക് ഞാൻ ഇട്ടായിരുന്നു. ഹി വാസ് 57 years old. 57 വയസ്സിൽ പാൻക്രിയാസ് ക്യാൻസർ ആണ്. 3 ആഴ്ച കൊണ്ട് രോഗം ഡിറ്റക്ട് ചെയ്ത് 3 ആഴ്ച കൊണ്ട് അദ്ദേഹം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മാറ്റപ്പെട്ടു. എവ്രിബഡി വാസ് ഷാറ്റേഡ്. പക്ഷേ ആ ഫ്യൂണറൽ സർവീസ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഇളയ മകള് റേച്ചിൽ, ഷീ വാസ് സോ ബോൾഡ്. എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. ആ കുഞ്ഞ് എത്ര ധൈര്യത്തോടെ അവൾ പറയുന്നേ, എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും. സ്തോത്രം. ഷീ വാസ് ഇൻ ദ വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണമായിരിക്കാം ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഐ വിൽ നോട്ട് ഫിയർ നോ ഈവിൾ ബിക്കോസ് യു ആർ വിത്ത് മീ. ദൈവം പറയുന്നതാണ്, കർത്താവിന്റെ വചനം പറയുന്നു, നാം അങ്ങനെയുള്ള ഷാഡോ ഓഫ് വാലി ഓഫ് ഡെത്തിക്കടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വരും. ഇറ്റ്സ് ഇന്നെവിറ്റബിൾ. ഒരുപക്ഷെ നമ്മൾ ആ സാഹചര്യത്തിലായിരിക്കാം, വാലിയിലായിരിക്കും. ഒരുപക്ഷെ നമ്മൾ ആ വാലിയിൽ നിന്ന് കടന്നു പോന്നിട്ടുണ്ടാവും. ഒരുപക്ഷെ ദ വാലി ഈസ് വെയിറ്റിംഗ് ഫോർ us. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ഡെത്ത് ഐ വിൽ ഫിയർ നോ ഈവിൾ ബിക്കോസ് യു ആർ വിത്ത് മീ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ബലവും നമ്മുടെ ഉറപ്പും. സ്തോത്രം. ആൻഡ് യുവർ റോഡ് ആൻഡ് സ്റ്റാഫ് കംഫർട്ട്സ് മീ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. വടിയും കോലും, ഇറ്റ് ഷോസ് ദ അതോറിറ്റി, ഇറ്റ് ഷോസ് ദ പവർ, ഇറ്റ് ഷോസ് ദ ഗൈഡൻസ്, ഇറ്റ് ഷോസ് ദ ഡിസിപ്ലിനിങ്. ദൈവത്തിന്റെ ആടുകളായിട്ട് നടക്കുമ്പോൾ പലപ്പോഴും വഴിതെറ്റിപ്പോകാനും കൂട്ടം വിട്ടുപോകാനും ആ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ, ഡീവിയേറ്റ് ചെയ്യാൻ എല്ലാം there are chances, but the rod and staff, the authority, the power, the guidance and the rod of disciplining, ദൈവത്തിന്റെ വടിയും കോലും നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. പലപ്പോഴും നാം മനസ്സിലാക്കേണ്ടത്, ദൈവം ഇത് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ദൈവത്തിന് അതിന്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്. നമ്മളെ മോൾഡ് ചെയ്തെടുക്കാനാണ്, നമ്മളെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കർത്താവ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ നമ്മളെ കടത്തിവിടുന്നു. എത്രത്തോളം നാം ദൈവത്തിൽ ആശ്രയിക്കും, എത്രത്തോളം നാം കർത്താവിൽ തന്നെ ആശ്രയിക്കും എന്ന് പലപ്പോഴും ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോഴാണ്, പരിശോധനകൾ വരുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് നാം എത്രത്തോളം കർത്താവിൽ ആശ്രയിക്കുന്നത്. യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയമാക്കിയിരിക്കുകയും ചെയ്യുന്ന പുരുഷൻ ഭാഗ്യവാൻ. സ്തോത്രം. അവർ അറ്റ്മോസ്റ്റ് ട്രസ്റ്റ് ഷുഡ് ബി ഇൻ ഗോഡ് അലോൺ. ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള ഈ വാലി നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കപ്പെടുന്നത് ദൈവത്തിന് പ്രീ പ്ലാൻ ചെയ്തായിരിക്കാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബൈബിൾ വായിച്ച കാര്യങ്ങൾ സംസാരിക്കാൻ ഇടയ്ക്ക്, അപ്പോൾ റിച്ചി പറഞ്ഞ ഒരു തോട്ടായിരുന്നു. ബത്ലഹേമിലെ എഫ്രാത്തയിൽ നിന്ന് നവോമിയും ഭർത്താവും മക്കളെ മഹ്ലോനും കില്യോനും അവര് മോവാബ് ദേശത്തേക്ക് പോയത്, അവിടെ ക്ഷാമം വന്നത്, ബത്ലഹേമിൽ ക്ഷാമം വന്നത്, അവർ മോവാബിലേക്ക് പോയത്. ഒരു ജാതീയ രാജ്യമാണ് സ്ഥലം. അവിടെ പോയി താമസിച്ച് there was a plan, there was a purpose behind that. അവിടെ പോയി അവരുടെ ആൺമക്കൾ മരിച്ചു. രൂത്ത് നവോമിയോട് കൂടെ ബത്ലഹേമിലേക്ക് തിരികെ വരുന്ന കാര്യം നമുക്കറിയാം, രൂത്തിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ബട്ട് there was a purpose. അത് ദൈവം പ്ലാൻ ചെയ്തായിരുന്നു. കാരണം നാം പിന്നീട് വായിക്കുമ്പോൾ 4 തലമുറയ്ക്ക് ഇപ്പുറം ഈ ദാവീദിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ്മയായിരുന്നു രൂത്ത്. ഗ്രേറ്റ് ഗ്രാൻഡ്മയായിരുന്നു രൂത്ത്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീനിയോളജിയിൽ രൂത്ത് വരേണ്ടത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നുകൊണ്ടാണ് ബത്ലഹേമിലെ എഫ്രാത്ത ആ സ്ഥലത്ത്, ജെറുസലേമിന്റെ അടുത്തുള്ള സ്ഥലത്ത് അവിടെ ക്ഷാമം വന്നപ്പോൾ അവർ ജോർഡാൻ നദി ക്രോസ് ചെയ്ത് ചില ദിവസങ്ങൾ നടന്ന് മോവാബ് ദേശത്ത് പോയി താമസിച്ചു. ഒരുപക്ഷെ നമുക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, വൈ ദിസ് ഹാപ്പൻഡ്, ബട്ട് ഗോഡ് ഹാഡ് എ പ്ലാൻ. കർത്താവ് യേശു ക്രിസ്തു ഈ രൂത്തിന്റെ ജീനിയോളജിയിൽ
വരേണ്ടത് ദൈവത്തിന്റെ പ്ലാനായിരുന്നു. സ്തോത്രം. ആരും കുറഞ്ഞവരല്ല. സ്തോത്രം. മോവാബിനെ കുറിച്ചും ലോത്തിന്റെ മക്കളെ കുറിച്ചും കേൾക്കുമ്പോൾ നമുക്കറിയാം അവർ 10 തലമുറ ദൈവത്തിന്റെ സന്നിധിയിൽ വരാൻ പാടില്ലാത്തവർ. എന്നാൽ ദൈവത്തിന്റെ കരുണ അവരെയും തേടി ചെന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാം പലപ്പോഴും അന്യരും പരദേശികളുമായിരുന്നു. ഈ വലിയ സൗഭാഗ്യത്തിന് രക്ഷയ്ക്ക് അന്യരായിരുന്നപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂസിൽ നമുക്ക് വേണ്ടി തൻ്റെ രക്തമൊഴുക്കി നമ്മെ തൻ്റെ മക്കളും അവകാശികളുമാക്കി മാറ്റി. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ വിശ്വാസം, അതാണ് നമ്മുടെ ഉറപ്പ്. ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന നിമിഷങ്ങൾ. സ്തോത്രം. അവൻ പറയുന്നു 23 സങ്കീർത്തനത്തിന്റെ 6 വാക്യം, ഞാൻ ഏറെ സന്തോഷിക്കുന്ന വാക്യം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഐ വിൽ ഡ്വെൽ ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ് ഫോർ എവർ ആൻഡ് എവർ. നിത്യത എനിക്ക് വേണ്ടിയുള്ളതാണ്. നന്മയും കരുണയും എന്നെ പിന്തുടരും. അതിൽ ഫോളോ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചു. ആക്ച്വലി എൻ്റെ ഹീബ്രു വേർഡിന്റെ റൂട്ട് ഇറ്റ്സ് മീനിങ് ഇസ് ചേസ്. The goodness and mercy will chase you after. ഒരു കൾപ്രിറ്റിനെ പിടിക്കാൻ പോലീസ് പുറകെ ഓടിപ്പോകുന്ന പോലെ നന്മയും കരുണയും നമ്മെ പിന്തുടരും. ഇറ്റ് വിൽ ചേസ് us after. ദൈവത്തിന്റെ നന്മകൾ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ അത് നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. ഇതിന്റെ തുടക്കത്തിൽ പറയുന്ന പോലെ ദൈവം നമുക്ക് മുമ്പായി ചെന്ന് നമുക്ക് വേണ്ടി പച്ചപ്പുൽപ്പുറങ്ങളെ ഒരുക്കുന്നവൻ, സ്വസ്ഥതയുടെ വെള്ളം ഒരുക്കുന്നവൻ ദൈവം നമുക്ക് മുമ്പായി പോകുന്നു. നെക്സ്റ്റ് വേഴ്സ് 4 നമ്മൾ കാണുന്നു, God is with us. You are with me. When I walk through the valley of death, I will fear no evil because you are with me. ദൈവം നമ്മോട് കൂടെയുള്ള ദൈവം. സ്തോത്രം. ഇതിൽ പറയുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ദൈവത്തിന്റെ പുറയിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ. സ്തോത്രം. ഒരു ഫുൾ പാക്കേജ് ആണ് കർത്താവിന്റെ മക്കളെ. സ്തോത്രം. നാം ദൈവത്തിന്റെ ആടുകളായിരിക്കുന്നിടത്തോളം, അവന്റെ ശബ്ദം കേട്ട് അവനെ പിൻഗമിക്കുന്ന ആടുകളായിരിക്കുന്നിടത്തോളം. സ്തോത്രം. ദാറ്റ് ഈസ് വാട്ട് ഗോഡ് വാണ്ട് ഫ്രം us. നാം അവന്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുന്ന ആടുകളായിരിക്കണം. സ്തോത്രം. അവൻ നമുക്ക് മുമ്പായി ഒരുക്കുന്ന ദൈവമാണ്. നമ്മുടെ ഷാഡോ ഓഫ് ഡെത്തിൽ, സ്തോത്രം, ആ കണ്ണുനീർ താഴ്വരകളിൽ അവൻ നമ്മോട് കൂടെ നടക്കുന്ന ദൈവമാണ്. സ്തോത്രം. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മെ പിന്തുടരുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതിൽ പരം വലിയൊരു പ്രത്യാശയും ഇതിൽ പരം വലിയൊരു ഉറപ്പും നമുക്ക് എന്താണ് വേണ്ടത്? God is with us. He already prepared something for us. And the valley of shadow of death is inevitable. We may go through that, but we have the assurance that He will not leave us alone. He will be with us. He will hold on to our hands. Praise the Lord. അതാണ് നമ്മുടെ ഉറപ്പ്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം, the presence of the Lord and the companionship of the Holy Spirit. അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. ഒരു ബെദൂയിൻ ബാക്ക്ഗ്രൗണ്ടിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതായത് ആടുകൾ മേയ്ക്കുന്ന ആ മരുഭൂമിയിൽ ചില ബെദൂയിൻ സ്ഥലത്ത് ഒരു ശത്രുവിനെ പേടിച്ച് നാം ഓടിയ ബെദൂയിൻ ഗോത്ര തലവന്റെ അടുക്കൽ ചെല്ലുകയാണെങ്കിൽ he will receive us and he will protect that guy who came to him for protection. അത് ഈ ഗോത്ര സംസ്കൃതിയുടെ ഒരു ഭാഗമാണ്. അവർ പറയുന്ന അവരുടെ ജീവൻ കളഞ്ഞിട്ട് വേണം ഈ വരുന്ന ആളെ മറ്റു ശത്രുവിനെ തുടരണമെങ്കിൽ. സ്തോത്രം. അത്ര അവർ റെസ്പെക്ട് ചെയ്തിരുന്നു. ഒരു നമ്മുടെ അടുക്കലേക്ക് ഓടി വരുന്ന ഒരു അഭയാർത്ഥിയായി വരുന്നവനെ അഭയം കൊടുത്തു കഴിഞ്ഞാൽ, ഇഫ് ഹി ഗേവ് ഹിസ് വേർഡ്, then nobody can touch that guy. ശത്രുക്കളുടെ മുമ്പാകെ മേശൊരുക്കുന്ന ദൈവം നമ്മ അഭയാർത്ഥികളായിട്ടല്ല, സ്വന്തം മക്കളായി തൻ്റെ സ്വന്തം രക്തം കൊടുത്ത് നമ്മെ വാങ്ങിയവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ഈ സങ്കീർത്തനം വായിക്കാം. യഹോവ എൻ്റെ ഇടയനാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പച്ച പുൽമേടുകൾ അവൻ നമ്മെ കിടത്തുന്നു. കൂരിൽ താഴ്വര കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. Let us read it together. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. സ്വസ്ഥയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമനിമിത്തം എന്റെ നീതിപാതകൾ നടത്തുന്നു. കൂരിൽ താഴ്വര കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. എന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുകയും നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആമേൻ.